ഹലോ ഗെയ്സ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ബോളിവുഡ് വേൾഡിലേക്കാണ് കേട്ടോ. റിയാദ് സീസണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് സോണാണ് ബോളിവുഡ് വേൾഡ് എന്ന് പറയുന്നത്. ഫുഡ്, ഷോപ്പിംഗ്, റൈഡ്സ്, കൺസേൺസ്, ഷോസ് ഒക്കെ ഒരുമിച്ചുള്ളൊരു ഹഗ് ഔട്ട്ഡോർ എൻ്റർടൈൻമെൻറ്റ് സിറ്റി പോലെയാണ്. അതേപോലെ തന്നെ ഒരൊറ്റ സ്ഥലത്ത് 12+ മിനി വേർഷൻസ് ആണ് നമുക്ക് ഒരുമിച്ച് കാണാൻ വേണ്ടി പറ്റണത്. ഇവിടെയുള്ളത് ഇറ്റലി, ഇന്ത്യ, ഫ്രാൻസ്, മെക്സിക്കോ, മൊറോക്കോ, ചൈന എന്നിവയുടെ ഫുഡ്, കൾച്ചർ, ബിൽഡിങ്സ്, മാർക്കറ്റ് ഇവയെല്ലാം നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടിപൊളി വൈബ് സ്ഥലമാണ് കേട്ടോ. ഒരൊറ്റ ടിക്കറ്റ് മതി ഗൈസ് നമുക്ക് ഇത്രയും രാജ്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കത് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കാമെന്ന് ഒരിക്കലും തോന്നത്തില്ല കേട്ടോ. അത്രയും അടിപൊളിയായിട്ടാണ് അവരത് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് 4 മണിക്കാണ് ടിക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ സമയത്ത് അവരെ കൾച്ചറിൽ വരുന്ന ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോണേ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിതാ പോയിട്ട് ഈജിപ്തിലെത്തിയിരിക്കുകയാണ്. ഈജിപ്തിൻ്റെ ഒരു ഓവർ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വേറെ ഒരു ലൊക്കേഷൻ നമ്മുടെ റിയാദിലില്ല കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരൂ. ഗൈസ്, നമ്മൾ ഒരുപാട് രാജ്യക്കാരുടെ അവരുടെ കൾച്ചറും അവരുടെ ഡാൻസ് പ്രോഗ്രാംസും ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ പോകുന്നത് ഈഫൽ ടവറിലേക്കാണ് കേട്ടോ. ഇനി നിങ്ങൾ കണ്ടില്ല കേട്ടില്ല അതൊന്നും പറയരുത്. ഇതാ ഞാൻ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ പോയിട്ട് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഈഫൽ ടവർ വരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ചെറുതായിട്ട് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അവരെ തന്നെ കൾച്ചറിൽ വരുന്ന നമുക്ക് കുറച്ച് ഡാൻസ് പ്രോഗ്രാംസ് വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നേ. അതും കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ രാജ്യക്കാരുടെ ഓരോ കൾച്ചറും അവരവരോ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. അങ്ങനെ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓരോ ബോട്ടിങ്ങിനും ഓരോ റേറ്റാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രാഗൺ ബോട്ടിങ് വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ ബോട്ടിങ്ങിനും ഓരോ റേറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ ഒന്നും കൂടി നമ്മുടെ ഇത്രയും രാജ്യങ്ങൾ ഒന്നും കൂടി ചുറ്റി കാണാൻ പോവാണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ ആ ഒരു കപ്പലും കാര്യങ്ങളൊക്കെ നന്നായിട്ട്